ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഡിഫറൻസസിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഡിഫറൻസസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് വരാറുള്ളതെന്നും ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, 2026 മോഡലിൽ സ്റ്റാറ്റിക് വെബ് പേജ് വേഴ്സസ് ഡൈനാമിക് വെബ് പേജ് ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് 2024 ചോദിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. അതുപോലെ 2023 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2022 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയും തവണ ചോദിച്ച സ്ഥിതിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടോ, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻറ്റേർണൽ ലിങ്കിങ് വേഴ്സസ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണയാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. ഇൻറ്റേർണൽ ലിങ്കിങ് വേഴ്സസ് എക്സ്റ്റേണൽ ലിങ്കിങ് കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. ഇനി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് വേഴ്സസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, ഇത് 2026 ചോദിച്ചു, 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 തവണയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ചോദിച്ചേക്കുന്നത്. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വേഴ്സസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ഇത് 2023 ചോദിച്ചു, അതേപോലെ 2021 ചോദിച്ചു, അതേപോലെ 2020 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓർഡേഡ് ലിസ്റ്റ് വേഴ്സസ് അൺഓർഡേഡ് ലിസ്റ്റ്, ഇത് നമ്മൾക്ക് ആകെ ഒരു തവണയേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഓർഡേഡ് ലിസ്റ്റ് വേഴ്സസ് അൺഓർഡേഡ് ലിസ്റ്റ്. ഇനി നോക്കേണ്ടത് ഡിലീറ്റ് വേഴ്സസ് ഡ്രോപ്പ്, അതും ഒരു തവണയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നോക്കേണ്ടത് 2024 ചോദിച്ചേക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും, ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, ക്യാർ വേഴ്സസ് വാർക്യാർ, അത് 2024 2023 അത് രണ്ടിലാണ് ചോദിച്ചേക്കുന്നത്. ടി ഡി വേഴ്സസ് ടി എച്ച്, അത് 2024 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് വേഴ്സസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, അത് ഒന്ന് നോക്കാം, അത് അധികം ചോദിച്ചിട്ടില്ല. ദെൻ ഈസ് നോട്ട് എ നമ്പർ ഫംഗ്ഷൻ വേഴ്സസ് നമ്പർ ഫംഗ്ഷൻ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ദെൻ ക്യാർ വേഴ്സസ് വാർക്യാർ, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. ദെൻ സ്റ്റാറ്റിക് വെബ് പേജ് വേഴ്സസ് ഡൈനാമിക് വെബ് പേജ് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും നമ്മളത് ഓൾറെഡി പറഞ്ഞാണ് ചോദിച്ച കാര്യം. പിന്നെ നോക്കിയ ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ, 2022 ചോദിച്ചതാണ്. ദെൻ നെക്സ്റ്റ് വൺ കോൾ ബൈ വാല്യൂ വേഴ്സസ് കോൾ ബൈ റെഫറൻസ്, അത് നമ്മൾ അത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കോൾ ബൈ വാല്യൂയും കോൾ ബൈ റെഫറൻസും. ഓക്കെ, പിന്നെ നോക്കേണ്ടത് ഗെറ്റ് ക്യാർ വേഴ്സസ് പുട്ട് ക്യാർ, അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ് കീ വേഴ്സസ് ഫോറിൻ കീ. സോ ഇതൊക്കെയാണ് നോർമലി ചോദിക്കാറുള്ള ഡിഫറൻസസ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് എപ്പോഴും റിപ്പീറ്റഡ് വന്നെന്ന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഒരു 3 പോയിൻറ്റ്സ്, എല്ലാത്തിൻ്റെയും ഡിഫറൻസിന് 3 പോയിൻറ്റ്സ് പഠിക്കാം. ഗൂഗിൾ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെറ്റ എടുക്കുക, അതിൽ ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ഡിഫറൻസസ് വന്നോളും. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഗൂഗിൾ ചെയ്ത് ടെക്സ്റ്റ് ലിങ്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഗൂഗിളിൽ നിന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാത്തിൻ്റെയും, ഓക്കെ, ഒരു തവണ ചോദിച്ചേക്കണൊക്കെ വലിയ മൈൻഡ് ഞാൻ പറയില്ല, കൂടുതൽ ടൈംസ് ചോദിച്ചേക്കുന്നത് എന്തായാലും പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.